എല്ലാവർക്കും അല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ചിംഗാന, ഗെറ്റ് സെറ്റ് ബേബി, പ്രിൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ സിനിമയായിരുന്നു തങ്കമണി. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കേസരി ചാപ്റ്റർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. മാധവ്, അക്ഷയ് കുമാറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കേസരി ചാപ്റ്റർ 2വിന്റെ OTT റിലീസ്. തമിഴ് വെർഷൻ ഇന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അസ്കർ, റായലക്ഷ്മി, അന്നാറജി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് മാസങ്ങളായി DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ട് ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 11 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ആഹാ വീഡിയോസിലാണ് 11 എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് വേല സിനിമ നേടിയെടുത്തത്. എന്നിട്ടും ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. 2023 വേല സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷേനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. ഇപ്പോൾ അവസാനം 2 വർഷത്തിന് ശേഷം ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20 മുന്നേ വേല സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് DD നെക്സ്റ്റ് ലെവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സന്താനമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. C5ലാണ് റിലീസാവുന്നത്. മലയാളം വെർഷനും ഇന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്രാ ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. നടികർ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു നടികർ. ഇപ്പോൾ അവസാനം സൈനാപ്പിളെ നടികർ സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം 25 നടികർ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ശുഭം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. സമന്തയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. സമാന്ത ഗസ്റ്റ് റോളിലും സിനിമയിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണിക്കാണ് ശുഭം എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുന്നത്. തമിഴ് വെർഷനും ഇന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. ഒരുപാട് താരനിര കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസ്, അനിക, ബേസിൽ, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ കപ്പ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സൈനാപ്ലയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം തന്നെ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജൂൺ മാസം 25 കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ചിംഗാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ചിംഗാനയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ ചിംഗാന OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ചിംഗാനയുടെ ഒഫീഷ്യൽ OTT റിലീസ് സോണി ലീവിൽ നാളെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ സിനിമ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സോണി ലീവിൽ ചിംഗാന സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതാണ്. നസ്ലി നായകനായ സിനിമയായിരുന്നു ചിംഗാന. കോമഡിയും റൊമാൻസും നിറഞ്ഞ ഒരു ബോക്സിംഗിന്റെ കഥയാണ് ചിംഗാന പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സിനിമ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ സിനിമകൾ സാധാരണ വിജയിക്കാറില്ല. വർഷങ്ങളായി ഒരു സിനിമ വിജയിച്ചിട്ട്. എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിൽ ഹിറ്റായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 30 ദിവസം സിനിമ പിന്നിട്ട് കഴിഞ്ഞു. ധ്യാൻ ശ്രീനിവാസൻ, ദിലീപ്, ജോണി ആന്റണി, സിദ്ദിഖ് തുടങ്ങിയവരാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരുപാട് റൊമാൻസും കോമഡിയും സിനിമയിലുണ്ട്. ഈ സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20 പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. പക്ഷേ സിനിമയുടെ
സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. മനോരമ മാക്സ് ആണ് OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ്സെറ്റ് ബേബി. ഇപ്പോഴിതാ ഈ സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലായിരിക്കും ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.